പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ DMO ആണ്, DMO സത്യശീലൻ. ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മന്മഥൻ. പാരിജാതം പറഞ്ഞ ആൾക്കാരാണ് അല്ലേ? അതെ 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 അതെ. അല്ലാ, ഞാനാകെ പേടിച്ച്. ഞാൻ വിചാരിച്ചേ റൂഹ് പിടിക്കാൻ വന്ന മലക്കുകളായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ. മലക്കുകളോ? അങ്ങനെ പറഞ്ഞ ഞങ്ങൾക്ക് അറിയില്ല അല്ലേ? ഞങ്ങള് മരിക്കാറാവുമ്പോ ആത്മാവ് പിടിക്കാനായിട്ട് 2 മലക്കുകൾ വരും. നിങ്ങളുടെ ഈ രൂപമൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ച അങ്ങനെ ആയിരിക്കും. ഇതെന്താണെന്ന് അറിയാമോ? ഇത് രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് സർക്കാർ തരുന്നതാണ്. അത് നടക്കണില്ല. അപ്പൊ ഈ രൂപം കണ്ട് പേടിച്ചിട്ട് ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും രോഗം വരാഞ്ഞാ മതി. മൂടിയിടണല്ലേ. മിസ്റ്റർ കോയ ഇവിടെ തനിച്ചാണോ? ഇപ്പൊ ഞാൻ ഇവിടെ തനിച്ചാണ്. എൻ്റെ ഭാര്യ മരിച്ചിട്ടൊരു 7 കൊല്ലായി. പിന്നെ എൻ്റെ ഒരു മോളുണ്ടായിരുന്നു, കെട്ടിച്ചയച്ച്. മോള് കാണാൻ വന്നിരുന്നു? അവള് വരാൻ നിൽക്കായിരുന്നു. അപ്പൊ ഈ പസിപ്പനിയാന്ന് പറഞ്ഞപ്പോ ഭർത്താവ് കിട്ടില്ല. ഓ, അത് നന്നായി. ആർക്ക് അല്ല, ആർക്ക് നന്നായിന്ന്? അല്ല, മോള് വരാതിരുന്നത് നന്നായി. മിസ്റ്റർ കോയ ഓംലെറ്റ് കഴിച്ചു അല്ലേ? അങ്ങനെ ഒരു ചതി പറ്റിപ്പോയി സാറേ. നമ്മക്കിപ്പോ ഇതൊന്നും അറിയില്ലല്ലോ. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? അതൊന്നുമില്ല, വട്ടത്തിൽ ഇങ്ങനെ സവാള കരിഞ്ഞിട്ടിട്ട് അതിൽ കുറച്ച് പച്ചമുളകും വേപ്പിൻ്റെ. അതല്ല, രോഗത്തിന്റെ ലക്ഷണങ്ങൾ. തലചുറ്റലുണ്ടോ, ശ്വാസം മുട്ടലുണ്ടോ, നെഞ്ചുവേദനയുണ്ടോ? അതുണ്ട്. വയറിളക്കം? വയറിളക്കം അതൊക്കെ ഉണ്ട്. തലവേദന എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. മിസ്റ്റർ മന്മഥൻ, സാധാരണ പനിയുടെ ലക്ഷണങ്ങൾക്ക് പുറമെ ഈ ശ്വാസം മുട്ടലും വയറിളക്കവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പക്ഷിപ്പനിയാണെന്ന് വേണം അനുമാനിക്കാൻ. യു ആർ കറക്റ്റ് സർ, യു ആർ കറക്റ്റ്. ഇതിന് മരുന്നൊന്നുമില്ലേ സാറേ? മരുന്നുണ്ട്, ഒരു ആന്റി വൈറൽ മെഡിസിൻ ഉണ്ട്. ടാമി ഫ്ലൂ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, അത് കഴിക്കണം. അല്ല സാറേ, അപ്പൊ അത് ഈ പസ്സികളിൽ നിന്നാണ് മനുഷ്യർക്ക് ഈ പനി പകരുന്നത് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും പക്ഷികളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം, അവയുടെ കാഷ്ടം, വേവാത്ത ഇറച്ചി, വേവാത്ത മുട്ട, പിന്നെ ബുൾസായി, ഓംലെറ്റ്, ഇതിലൂടെയൊക്കെയാണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത്. അല്ല, ഒരു സംശയം, ഇതിപ്പോ ഈ മനുഷ്യരിൽ നിന്ന് ഈ പനി പസ്സികൾക്ക് പകരുമോ? തീർച്ചയായിട്ടും പകരും. അതെ, പിന്നെ അല്ലാ, എന്നപ്പ ഞാൻ തിന്നതിന്റെ ബാക്കി എന്റെ വീട്ടിലത്തെ കോയോളും തിന്നിട്ടുണ്ട്. മൈ ഗോഡ്. മന്മഥൻ, ഇക്കാര്യത്തിൽ മൃഗസംരക്ഷണ വകുപ്പാണ് ഇതിന് ശരിയായ ഒരു ഉത്തരം നൽകേണ്ടത്. ബട്ട് സാർ, ഈ കോയയിൽ നിന്നും കോഴിയിലേക്ക് പനി പകർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉറപ്പായിട്ടും മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിക്കണം. തീർച്ചയായിട്ടും അറിയിക്കണം. അതിനു മുമ്പ് ഞങ്ങൾക്ക് നിങ്ങളുടെ ത്രോട്ട് സ്വാബ് ഒന്ന് പരിശോധിക്കണം. തോർത്ത് അതാ ബാത്റൂമിൽ ഇട്ടിട്ടുണ്ട്. തോർത്തല്ല, ത്രോട്ട്, തൊണ്ട, തൊണ്ട. അതിലെ ഉമിനീരിന്റെ അംശം ഞങ്ങൾക്ക് പരിശോധിക്കണം. മന്മഥൻ, ആ കോട്ടൺ എടുത്ത് അതെടുക്കും. കോയ, നിങ്ങൾ അനങ്ങാതെ കിടക്കണം. കാല് ശരിക്കും വെക്കൂ. മിസ്റ്റർ കോയ, വായ തുറക്കൂ. വായ നന്നായിട്ട് തുറന്ന് പിടിക്കണം കേട്ടോ. എന്താ എന്താ പരിപാടി? പറഞ്ഞില്ലേ, നല്ല തലയിച്ചിട്ട് ഉമിനീരിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ കഴിയോട്ടോ. വായിക്കത് അതെ, ഇതില് നല്ല മലക്കുകൾ തന്നെ. ഇതിന്റെ ഫലം അറിഞ്ഞിട്ട് വേണം നമുക്ക് കാര്യമായിട്ടുള്ള ചികിത്സ തുടങ്ങാൻ. ഇതിന്റെ ഫലം ഇപ്പൊ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കേണ്ട. തൊണ്ട നീറിയിട്ട് പാടില്ല. അത് സാരമില്ല, സാരമില്ല, അതൊക്കെ ഇപ്പൊ മാറും കേട്ടോ. അല്ല സാറേ, ഇതിന്റെ ഈ ഫലം എപ്പോഴാ കിട്ടുക? ഇതിന്റെ ടെസ്റ്റിന് കേരളത്തിൽ സംവിധാനങ്ങളൊന്നുമില്ല, അത് നമുക്ക് പുറത്തയക്കണം. റിസൾട്ട് വരുമ്പോൾ H5N1 ആണെന്ന് തെളിഞ്ഞാൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കാം. അതെ, അപ്പൊ നമ്മൾ മരുന്ന് തരും. അപ്പൊ ഇത് കഴിച്ചാ, ഈ മരുന്ന് കഴിച്ചാ പനി മാറോ? പനി മാറിയെന്നും മാറിയില്ലെന്നും ഒക്കെ വരാം. മാറിയില്ലെങ്കിലോ? മാറിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, ആത്മാവിനെ കൊണ്ടുപോകാൻ 2 മലക്കുകൾ വരുമെന്ന്. അവര് വരും. ഇപ്പം വിളിക്കണ്ട, റിസൾട്ട് വന്നിട്ട് വിളിക്കാം.
മിസ്റ്റർ മന്മഥൻ, സർ, താൻ ആ മൃഗസംരക്ഷണ വകുപ്പിൽ വിളിച്ച് ആ കോഴിയുടെ കാര്യം പറയണം. മൃഗ ഡോക്ടർ എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാ, ഞാൻ പറഞ്ഞോളാം. ശരി, വരൂ കോയ, ബൈ.